ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യലി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ നമ്മൾ വെള്ളപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ. വളരെ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് വളരെ വേഗത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു തുടം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ഇട്ടിട്ട് മൂപ്പിച്ചിട്ടെടുക്കണം. കൂടെ തന്നെ നമ്മൾ അതിലോട്ട് 4-5 പച്ചമുളക് നടുകെ പിളർന്നുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇഞ്ചി കഷ്ണങ്ങൾ അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 ഇഞ്ചി കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ചതച്ചിട്ടല്ല നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ റോസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടിയാലും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. നന്നായി വഴന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് വേണ്ടത് സവാളയാണ് കേട്ടോ. സവാള നമ്മൾ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ നൈസായി അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഈ ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സവാളയും ചെറിയ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കൂടെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ചിക്കൻ്റെ കൂടെ അത് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും കടിക്കാൻ പാടില്ല. നന്നായിട്ട് തന്നെ നമ്മൾ ഒരു ബിരിയാണിക്കൊക്കെ റോസ്റ്റ് ആക്കുന്നത് പോലെ അത്രയും ടൈം എടുത്തിട്ട് നമ്മൾ റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നമുക്കിതൊരു 5 മിനിറ്റിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇനിയൊരു ബ്രൗൺ നിറമായിട്ട് വരുമ്പോൾ നമ്മൾ അതിലോട്ട് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ഞാനിവിടെ നന്നായിട്ട് ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാം കൂടെ പേസ്റ്റായിട്ട് മാറിപ്പോവും. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടാനായിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുക്കുക. ഇനി ഇതും ഇതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് നമ്മൾ വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലോട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ എരിവെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്തിട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി കഷ്ണങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് വരുമ്പോൾ കൂടുതൽ എരിവായി പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു സവാളയും ഇതെല്ലാം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്തിട്ട് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള 1 കിലോ ചിക്കനാണ് ഞാനിവിടെ ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ചൂടായതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഒരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ട് കൊടുക്കരുത്. വേണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ അതായത് 1/4 കപ്പ് ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് കൊടുക്കാം. അതിലോട്ട് തന്നെ നമ്മളുടെ ഈ ഒരു സവാളയുടെയും തക്കാളിയുടെയൊക്കെ ആ ഒരു നീര് ഇതിലോട്ട് ഇറങ്ങി വരും. അതിൻ്റെ വെള്ളം കൂടുതലായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും വെള്ളം ചേർത്ത് കൊടുക്കാതെയാണ് നമ്മൾ ഈ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. ഈ ഒരു റോസ്റ്റ് നമ്മൾക്ക് ചിക്കൻ ചേർക്കാതെ തന്നെ ഇങ്ങനെ ഫ്രിഡ്ജിൽ 1 മാസമൊക്കെ സൂക്ഷിച്ചിട്ട് വെക്കാം. ഇതുപോലെ നമുക്ക് ഓഫീസിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സവാളയും തക്കാളിയും എല്ലാം ചേർത്തിട്ട് റോസ്റ്റ് ആക്കിയതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ നന്നായി വഴറ്റിയതിന് ശേഷം ചൂടാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അല്ല നമുക്ക് അത്യാവശ്യത്തിനുള്ള അപ്പക്കപ്പിളിയുള്ള ആ ഒരു ടൈമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തിട്ടെടുക്കുകയും ചെയ്യാം. ഇനി നമ്മളൊരു 10-15 മിനിറ്റ് എന്തായാലും വേവിച്ചിട്ടെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് മീഡിയത്തിലിട്ടിട്ട് വേവിച്ചിട്ടെടുക്കുക. നമുക്ക് മൂടിയെല്ലാം വെച്ചിട്ട് നമുക്കിത് കണ്ടോ, ഇപ്പോൾ മൂടി തുറന്നതിന് ശേഷം ഇതുപോലെ വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വെള്ളം ചേർത്തിട്ട് കൊടുക്കരുത്. അപ്പോൾ റോസ്റ്റായിട്ട് മാറില്ല. അത് നമുക്ക് കറിയായിട്ടാണ് വരിക. റോസ്റ്റായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ സവാളയുടെയും തക്കാളിയുടെയൊക്കെ നീര് ഇറങ്ങി വന്ന് അതിലോട്ട് ലയിച്ചിട്ട് അതിൽ ചിക്കൻ വേവുമ്പോഴാണ് നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ.
ഇനി നിങ്ങൾക്ക് കറിയായിട്ടാണ് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയും നമുക്ക് ഉപയോഗിക്കാം. അല്ല നിങ്ങൾക്ക് ചിക്കൻ റോസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഇതിലോട്ടൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം. ഇപ്പോൾ ഇത് 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഒരു മുക്കാൽ വേവാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്തിട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോ നമുക്ക് ചിക്കൻ മസാല കൂടെ ചേർത്തിട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ്. അത് നമ്മൾ വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം. മുമ്പ് തന്നെ നമ്മൾ ചേർത്തിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇതെല്ലാം ലാസ്റ്റായിട്ടാണ് ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ. ആ ചിക്കൻ്റെ ആ ഒരു റോസ്റ്റിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ആ സവാളയെല്ലാം വഴറ്റിയെടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ഇതൊന്നും ചേർത്തിട്ട് കൊടുക്കരുത്. ഇത് വാങ്ങി വെക്കുന്ന 3/4 വേവാവുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഈ 2 മസാല ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് കൂടെ തിളപ്പിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ട് ഇപ്പോൾ നല്ല എല്ലാം തമ്മിൽ യോജിപ്പിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കറിവേപ്പില ചേർത്തിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്തിട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ടെന്നാണ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിവിടെ ഒരു തുടം കറിവേപ്പില നന്നായി ചെറുതായി അരിഞ്ഞിട്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ പത്തിരിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയായാലും ഈ ഒരു ചിക്കൻ റോസ്റ്റ് അടിപൊളി കോംബോ ആണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കുക. അതുപോലെ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കുക. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ തയ്യാറാക്കാനായിട്ട് രാവിലെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നല്ല ടേസ്റ്റോട് കൂടി തയ്യാറാക്കിയിട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ തയ്യാറാക്കാനും വളരെ ഈസിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്തിൻ്റെ കൂടെയും നല്ല അടിപൊളി ടേസ്റ്റാണ്. പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളി വ്യത്യസ്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.